ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പഴം കൊണ്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. മൈദയും പഞ്ചസാരയും മുട്ടയും ഒന്നും ചേർക്കാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് നന്നായിട്ട് പഴുത്ത 3 റോബസ്റ്റ പഴങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായി ഉടച്ചെടുത്ത പഴത്തിലേക്ക് 1 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മാവിൻ്റെ മിക്സിലേക്ക് 1/4 കപ്പ് അളവിലുള്ള ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് 3/4 കപ്പ് അളവിലുള്ള പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് കുറച്ച് ബദാമും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു മാറ്റാം. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ബാറ്റർ എല്ലാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിനുള്ളിലെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിനായിട്ട് നന്നായിട്ട് കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം പൊടിച്ചതും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ
കേക്ക് ടിൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ 250°C 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ കേക്ക് ബാറ്റർ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കേക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ അടിഭാഗത്ത്